നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനു മുന്നിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, മറിയോട് ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ട്. 1:37 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നോക്കി, ഇവിടെ 2 സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, സക്രിയാവിനോട് വന്ന് പറയുന്ന ദൂതനെ നമുക്ക് കാണുവാൻ കഴിയും. സക്രിയാവിനോട് ദൂതൻ പറയുന്നു, അവൻ മക്കളില്ലാതെ ഭാരപ്പെടുന്ന സമയത്ത് അവനൊരു മകൻ ജനിക്കുമെന്ന് ഒരു അരുളപ്പാട് കൊടുക്കുമ്പോൾ അത് വിശ്വസിക്കുവാൻ സക്രിയാവിന് കഴിയുന്നില്ല. പല കാര്യങ്ങൾ സക്രിയാവിനോട് അതിനോട് ബന്ധപ്പെട്ട് പറയുന്നുവെങ്കിലും സക്രിയാവ് അത് വിശ്വസിക്കാത്തതുകൊണ്ട് ആ സംഭവം നടക്കുന്നതുവരെ നീ ഊമനായിരിക്കുമെന്ന് ദൂതൻ അവനോട് പറയുന്നത് കാണുവാൻ കഴിയും. എന്നാൽ മറിയയുടെ അടുക്കൽ വന്ന് അസാധ്യമായ കാര്യം പറയുമ്പോൾ ഇതിനെ തരണം ചെയ്യുവാൻ കഴിയാത്ത, മറിയയ്ക്ക് ഒരു സ്ത്രീക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത വിഷയത്തെക്കുറിച്ച് മറിയോട് ആലോചന കൊടുക്കുമ്പോൾ മറിയ അവിടെ വ്യാകുലപ്പെടാതെ ആ കാര്യം ഏറ്റെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ചാർച്ചക്കാരി എലിസബത്തിന് ഇത് 6-ാം മാസം, വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസമെന്ന് 36-ാം വാക്യത്തിൽ പറയുന്നു. അതിൻ്റെ മുന്നിലാണ് ദൈവം അവളോട് പറയുന്നത്, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലോ എന്ന് പറയുവാൻ കാരണം. ഉടനെ മുന്നിലുള്ള പ്രതികൂലങ്ങളോ മുന്നിലുള്ള വിഷയങ്ങളോ ഒന്നും നോക്കാതെ വേണം മറിയ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കഥാവിൻ്റെ ദാസനിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ ആ ഒരു ദൂത് ഏറ്റെടുക്കുവാൻ, അല്ലെങ്കിൽ ആ ദൂതൻ്റെ ആ ഒരു വാക്ക്, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്നുള്ളൊരു വാക്ക് ഏറ്റെടുക്കുവാൻ മറിയ തയ്യാറായി. ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടവന്നു. ജീവിതത്തിൽ ലോകരക്ഷിതാവിന് ജന്മം കൊടുക്കുവാൻ ഒരവസരം മറിയയ്ക്ക് കിട്ടുവാൻ ഇടവന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനു മുന്നിൽ, കർത്താവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ മുന്നിൽ പതറാതെ വേണം, ചഞ്ചലപ്പെടാതെ വേണം. കർത്താവിനൊരു കാര്യവും അസാധ്യമായ അല്ല എന്നുള്ള ആ ഒരു ആലോചന ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവം ധാരാളമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഗോഡ് ബ്ലെസ് യു.